അതിർത്തിയിലെ സംഘർഷം കാരണം നിർത്തിവെച്ച IPL മത്സരങ്ങൾ 17 മുതൽ വീണ്ടും തുടങ്ങും. ഫൈനൽ മത്സരം ജൂൺ 3-ലേക്ക് മാറ്റി. പ്ലേ ഓഫ് തീയതികളിലും മാറ്റമുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് രുചീഷ് രവീന്ദ്രൻ ചേരുന്നു. രുചീഷ്, ഏത് രീതിയിലാണ് ക്രമീകരണങ്ങൾ? അഖില, പഞ്ചാബ് ഡൽഹി മത്സരം നടക്കുന്നതിനിടെയാണ് ബ്ലാക്ക് ഔട്ട് സാഹചര്യത്തിൽ IPL പെട്ടെന്ന് നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ശനിയാഴ്ച മുതൽ ടൂർണമെന്റ് തുടങ്ങുമ്പോൾ മത്സരക്രമത്തിൽ ആകെ തന്നെ മാറ്റമുണ്ട്. 17 മത്സരങ്ങളാണ് ഇനി ആകെ നടത്തേണ്ടത്. ഉപേക്ഷിച്ച പഞ്ചാബ് ഡൽഹി മത്സരം കൂടി നടത്താനാണ് BCCI തീരുമാനം. 6 വേദികളിലായി മത്സരങ്ങൾ ചുരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. 17 മുതൽ 27 തീയതികൾക്കുള്ളിൽ ലീഗ് ഘട്ടം പൂർത്തിയാക്കാനാണ് BCCI തീരുമാനിച്ചിരിക്കുന്നത്. മെയ് 29, 30, ജൂൺ 1 തീയതികളിലായി പ്ലേ ഓഫ് മത്സരങ്ങളും ജൂൺ 3-ന് ഫൈനലും നടത്തും. ബംഗളൂരിൽ നടക്കുന്ന RCB കൊൽക്കത്ത മത്സരത്തോടെയാണ് ടൂർണമെന്റിന് വീണ്ടും തുടക്കമാവുക. എന്തായാലും ലക്നൗ, ഡൽഹി, മുംബൈ, ബംഗളൂരു, അഹമ്മദാബാദ്, ജയ്പൂർ എന്നിവിടങ്ങളിലായി 6 വേദികളിലായി മാത്രമാണ് ഇനി മത്സരങ്ങൾ നടത്തുക. സാധാരണഗതിയിൽ ഓരോ ടീമിന്റെയും വേദികളിലായി നടത്തുന്ന രീതി എന്തായാലും പുതുക്കിയ മത്സരക്രമം പ്രകാരം മാറ്റിയിട്ടുണ്ട്. ഈ 6 വേദികളിൽ മാത്രമാണ് ടൂർണമെന്റ് നടക്കുക. അതോടൊപ്പം 4 മത്സരങ്ങൾ ന്യൂട്രൽ വേദികളിൽ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. 2 ഞായറാഴ്ചകളിൽ 2 വീതം മത്സരങ്ങൾ നടത്താനും പുതിയ തീരുമാനപ്രകാരം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പ്ലേ ഓഫ് ഫൈനൽ മത്സരങ്ങളുടെ വേദിയും സമയക്രമവും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഉടൻ ഉണ്ടാകുമെന്നാണ് BCCI അറിയിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോടും സുരക്ഷാ സേനകളോടും സംസാരിച്ചാണ് തീരുമാനമെടുത്തതെന്നും BCCI അറിയിച്ചു. നിലവിൽ ഒരു ടീമും പ്ലേ ഓഫ് യോഗ്യത നേടിയിട്ടില്ലാത്തതിനാൽ ഓരോ മത്സരവും ഇനി നിർണായകവുമാണ്. IPL-ൽ നിലവിൽ 11 മത്സരത്തിൽ 16 പോയിന്റുമായി ഗുജറാത്തും 16 പോയിന്റുള്ള RCB, അതോടൊപ്പം 15 പോയിന്റുള്ള പഞ്ചാബ് എന്നിങ്ങനെയാണ് ആദ്യ പട്ടികയിൽ മുന്നിലുള്ള ടീമുകൾ. എന്തായാലും എല്ലാ ടീമുകൾക്കും നിലവിലുള്ള 7 ടീമുകൾക്ക് സാധ്യത ഉള്ളതിനാൽ എല്ലാ മത്സരവും വളരെ നിർണായകവുമാണ്. അഖില, ശരി. IPL മത്സരങ്ങൾ 17 മുതൽ വീണ്ടും തുടങ്ങും. ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട വിവരം നൽകുകയായിരുന്നു രുചീഷ് രവീന്ദ്രൻ.